സോ എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും 6 മണിക്ക് വീഡിയോ വരും കേട്ടോ. അത് മറക്കാതിരിക്കുക. കുറച്ച് ഗൈസ് അങ്ങനെ നമ്മൾ കൽപ്പറ്റ ടൗണിലെത്തിയിട്ടാ. കൽപ്പറ്റ നമ്മുടെ സൈക്കിള് സോ ബസ് ഇറങ്ങി. ഇനി നമുക്ക് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഫസ്റ്റ് ഡേ ഇൻ വയനാടാണ്. സോ ബൈക്കൊന്ന് അസംബിൾ ചെയ്യണം. അതിനെക്കാട്ടും മുന്നേ നമുക്ക് റൂം കണ്ടുപിടിക്കണം കേട്ടോ. ഇതൊന്നും ഇവിടെ എടുത്തു വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് റൂം കണ്ടുപിടിക്കണം. ബൈക്കൊന്ന് സെറ്റ് ചെയ്യണ്ട. ഞാൻ ഇത് ഈ സൈക്കിൾ ഓടിച്ചിട്ടില്ല. നമ്മൾ ഇവിടെ നിന്ന് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഓടിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ. സോ റൂം ഒന്ന് കണ്ടുപിടിക്കണം. ഭക്ഷണം കഴിക്കണം കേട്ടോ. ഇപ്പോൾ സമയം 1:30-2 മണിയായിട്ടുണ്ട്. ഇവിടെ കൽപ്പറ്റയിൽ തന്നെ ഹോട്ടൽ നാടൻ ഉച്ച ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത്ര വെയിറ്റുള്ള കാരണം ആരും എടുത്ത് കൊണ്ടുപോകില്ല എന്ന് വിചാരിക്കണം കേട്ടോ. ഉള്ളിൽ കയറി നോക്കി നോക്കാം എന്തായാലും ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടോന്ന് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന കാരണം ഇപ്പോൾ ഊണ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് കേട്ടോ കൂടുതൽ ഇപ്പോൾ കഴിക്കുക. ഗൈസ് ഇവിടെ ഹോട്ടലിൽ നെയ്ച്ചോറും പള്ളിക്കറിയും സ്പെഷ്യലാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ നെയ്ച്ചോറും പള്ളിക്കറിയും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. പള്ളിക്കറി എന്ന് ഉദ്ദേശിച്ച് എനിക്കറിയില്ല കേട്ടോ. എന്നിട്ട് പള്ളിക്കറി എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഊണ് ഇവിടെ ഇല്ല, ഊണ് കഴിഞ്ഞു. സോ നെയ്ച്ചോറും പള്ളിക്കറിയും കഴിക്കാത്ത ഉച്ചയ്ക്ക് നോക്കിയോട്ടെ എന്താണ് പള്ളിക്കറി. ചിക്കൻ ബിരിയാണി ഈ പള്ളിക്കറിനെ പറയുന്നത് ബീഫ് തന്നെയാണ്. കുമ്പളങ്ങി ഇടും, എല്ലാം ഇടും അല്ലേ? അതാണ് പള്ളിക്കറി എന്ന് പറയുന്നത്. ആ ഓക്കെ ഓക്കെ. ഇതാണ് പള്ളിക്കറി വരുന്നത് കേട്ടോ. ബീഫ് കറി എൻ്റെ പൊന്നെ. കുറച്ച് ചാറൊഴിക്കുക. എന്നിട്ട് നല്ല ചൂടുണ്ടല്ലോ, നല്ല ചൂടുണ്ട്. ഞാൻ ഓൾ കേരള പോയ സമയത്ത് പാലക്കാട് വെച്ചിട്ടുണ്ട് നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾ കേരള ചെയ്തിട്ട് കുറേ കാലമായിട്ട്. പിന്നെ ഇപ്പോഴാണ് കേട്ടോ ബീഫും നെയ്ച്ചോറും. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഹോട്ടലിൻ്റെ അവിടേക്ക് വന്നു കേട്ടോ. നമ്മുടെ സൈക്കിളും കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നെ തോള് ഈ സൈഡിലൊക്കെ പൊട്ടുട്ടാ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 650 മീറ്റർ ഞങ്ങൾ ഫുഡ് കഴിച്ച സ്ഥലത്ത് നിന്ന് നടന്നു കേട്ടോ. കുറച്ചധികം ദൂരമാണ്. ഈ സാധനം തൂക്കി കൊണ്ട് നടക്കുമ്പോഴേ ഭയങ്കര പാടാണ്. ഞാൻ ഓട്ടോറിക്ഷ വിളിക്കാമെന്ന് വിചാരിച്ചേ, പക്ഷേ ഞാൻ 1-2 റൂമുകൾ നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇതെനിക്ക് ഫോട്ടോ അയച്ചു തന്നു വരും. അപ്പോൾ ഇത് തന്നെ കൺഫേം ചെയ്തു. അപ്പോൾ റൂം എടുക്കട്ടെ ഗൈസ്. റൂം എടുത്തിട്ടൊന്ന് ഫ്രഷ് ആവണം കേട്ടോ. കാലത്ത് 7 മണിക്ക് തുടങ്ങിയതാണ്. അപ്പോൾ ചെക്ക് ഇൻ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എൻ്റെ പൊന്നെ പൊങ്ങണില്ല കേട്ടോ. ഇനി നമുക്ക് റൂമിലേക്ക് പോകാം കേട്ടോ. റൂമിലേക്ക് ഞാൻ ചെറുതായിട്ട് അടുപ്പിച്ചായതുകൊണ്ട് ഞാൻ നോർമലി KSRTC വരെ ട്രെയിനിലാണ് വരെ കോഴിക്കോട് വരെ. അപ്പോൾ ഇവിടെ വലിയ പ്രശ്നമില്ലാണ്ട് തോന്നി, എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. 800 രൂപയുണ്ട് റൂം കിട്ടി. നോൺ AC ആണ് എടുത്തത്. ബഡ്ജറ്റ് ട്രിപ്പാണ് ഗൈസ്. ഇനി ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പുകൾ വരണ കാരണം ബഡ്ജറ്റ് ട്രിപ്പാണ് കേട്ടോ. എല്ലാം കുഴപ്പമില്ലാന്ന് വിചാരിക്കണം കേട്ടോ. ചന്ദനത്തിരിയുടെ മണം കേട്ടോ. ഇതിൻ്റെ ആണെന്നുണ്ട് കേട്ടോ മണം. ഇതിൻ്റെ ആണെന്നുണ്ട്. ചെറിയൊരു ബെഡ്, സിംഗിൾ ബെഡ്, ടോയ്ലറ്റും വലിയ കുഴപ്പമില്ല കേട്ടോ. ടോയ്ലറ്റും വലിയ അലമ്പില്ല. പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്തിട്ടുള്ള ഇതാണെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. നോക്ക് ഇതാ ഈ ചോപ്പപ്പാട് കണ്ടോ, അത് ചോര കട്ടയായതാണ് കേട്ടോ. എത്ര വലിയ വെയിറ്റ് കിടന്നിട്ട് എളുപ്പമില്ല. സൈക്കിൾ ചവിട്ടി വരാൻ എത്ര പാടില്ല കേട്ടോ. അപ്പോൾ സൈക്കിൾ ചവിട്ടി വരാൻ എത്ര പാടില്ല. ബാഗ് ഇവിടെ വയ്ക്കാം. വെള്ളം കുപ്പി വേണം. ടവൽ വയ്ക്കണ്ട. 800 രൂപയുടെ റൂമിൽ കൊള്ളാലോ. ഷാമ്പു. അപ്പം ഇനിയിപ്പോൾ ആക്ച്വലി നമുക്ക് സൈക്കിളൊന്ന് പാക്ക് ചെയ്തിട്ടൊന്ന് റൈഡ് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ 10-13,000 രൂപ കൊടുത്തിട്ട് സൈക്കിൾ ഇതുവരെ ഓടിച്ച് നോക്കിയിട്ടില്ല. ഓടിച്ച് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി. അല്ലാതെ നമുക്ക് ആ ഒരു ഫ്ലോ ലൈക്ക് വെറുതെ ഒരു ഇത് മാത്രമേ. ഞാൻ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വയ്യണ്ടായി. ലൈക്ക് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കി. പക്ഷേ പ്രോപ്പറായിട്ട് നമ്മളത് ഓടിച്ച് നോക്കിയിട്ടില്ല കേട്ടോ.
അപ്പോൾ ഇനി നമുക്കതൊന്ന് ഓടിച്ച് നോക്കി നോക്കാം. ഒന്ന് ഫിറ്റ് ചെയ്യണം കേട്ടോ. ഫിറ്റ് ചെയ്തിട്ട് കൽപ്പറ്റ ടൗണും സമീപ പ്രദേശങ്ങളിലൊക്കെ ഒന്ന് ചെറിയൊരു അർബൻ ഫ്രീ റൈഡും ലോക്കൽ തേരാപ്പാര പരിപാടിയും ചെയ്ത് നോക്കി നോക്കാം. എന്നിട്ടാണ് നമ്മൾ നാളെ കാലത്താണ് ഇവിടെ നിന്ന് പോണത്. സൈക്കിളും ചവിട്ടിയിട്ട് ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോണേന്നല്ലേ പറഞ്ഞു തരാം. ആദ്യം സൈക്കിള് പാക്ക് ചെയ്തിട്ട് അൺപാക്ക് ചെയ്തിട്ട് ഞാൻ പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ കാട്ടിത്തരാം. ഗൈസ്, അങ്ങനെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ടാ ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മൾ സൈക്കിൾ ഓടിക്കുകയാണ്. പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാ. എൻ്റെ മോനെ എന്തൊരു മൂവ്മെൻറ്റാണെന്നറിയോ, നല്ല രസം എടുക്കാം അവിടെ. മറ്റേത് ഭയങ്കര കട്ടിയുള്ള ടയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഓടിക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൽപ്പറ്റ ടൗണിലാണ്. കാണാറുണ്ടോ? സബ്സ്ക്രൈബർ മീറ്റപ്പ്. താങ്ക് യു. എന്താ പേര്? മെൽവിൻ. എത്ര ക്ലാസ്സിലാ? 10ാം ക്ലാസ്സിലാ? നിങ്ങൾക്ക് അറിയോ? ഇല്ല, അവർക്ക് പറഞ്ഞു കൊടുത്തോളൂ. എയർ നല്ല രീതിയിൽ കുറവുണ്ട് കേട്ടോ. എയർ അടിക്കണം. പിന്നെ വേറെ എന്തൊക്കെയാ? വേറെ സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല മൂവ്മെന്റ് ഉണ്ട് കേട്ടോ. റോഡ് ചെയ്യുന്നുണ്ട് നല്ലോണം കിടന്ന്. മറ്റേതങ്ങനെ റോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഫ്രണ്ടില് എയർ കുറവുണ്ട്. എയറൊന്നും അടിക്കണം കേട്ടോ. എയർ നല്ല രീതിയിൽ കുറവാണ്. ഇപ്പോൾ ഒരുവിധം കയറിയിട്ടുണ്ട് കേട്ടോ. ആ ലൈനും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കൽപ്പറ്റയാണുള്ളത്. കൽപ്പറ്റ ടൗണിലാണ് കേട്ടുള്ളത്. അതിരിക്കാൻ വയ്യ കേട്ടോ. സാധനം അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു കേട്ടോ. കൽപ്പറ്റ നഗരസഭ. എൻ്റെ പെണ്ണി തിരക്ക് നോക്കിയേ, നല്ല തിരക്കുണ്ട്. കൽപ്പറ്റ നഗരസഭ നമ്മുടെ തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടൊക്കെ എടുക്കുന്ന പോലെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. ഒരു തരി പോലും സാധനങ്ങളില്ല കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. അവിടെ നമുക്കൊരു മലയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെറിയൊരു അർബൻ ഫ്രീ റൈഡ് എക്സ്പ്ലോറിങ് കൽപ്പറ്റ വാമപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. നാളെ കാലത്ത് നമ്മൾ ആക്ച്വലി ദുരന്ത മേഖല ഉണ്ടായിരുന്നല്ലോ, ചൂരൽമല, ആ ഒരു ഭാഗത്തേക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അവിടെ എന്താ പേര്? ഫിനു. താങ്ക് യു. എല്ലാ ദിവസം കാണാറുണ്ട്. താങ്ക് യു. എന്താ പേര്? ഫിനു. ആൻസർ ഷീറ്റ് ഷോർട്സ് ഒക്കെ എല്ലാം കാണാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആ, നിങ്ങളിവിടെ വീടാണോ? ഫ്ലാറ്റ് ആണല്ലേ? ആ, ഓക്കെ. ഏതാ റൗണ്ട് തന്നെ തരാം. ഞാനും ആദ്യമായിട്ട് ഓടിക്കണേ. ഇറക്കിറങ്ങി പോയിരിക്കും. ഇന്ന് 6 മണിക്കൊരു വീഡിയോ വരും മോഡിഫിക്കേഷൻ്റെ. അതില്ല നിനക്ക്, നീ അപ്പോൾ ഭാഗ്യവാനാണല്ല. വീഡിയോ വരുന്നേക്കാട്ടും നീ സാധനം കണ്ടു. ഞങ്ങൾ ഫുള്ള് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അതിൽ. അപ്പോൾ സബ്സ്ക്രൈബർ വീണ്ടും മീറ്റപ്പ്. നീ കാണാറുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ? താങ്ക് യു. ഈശോ സൂക്ഷിച്ച് പഠിച്ചോളോ. ശരി പോയിട്ട് വരാം. ഓക്കെ, വീഡിയോയിൽ കാണാം കേട്ടോ. സബ്സ്ക്രൈബർ മീറ്റപ്പ്. ഞാൻ ദൈവമേ ഗൈസ്, ഇത് ക്ലീൻ ചെയ്തിട്ടുള്ള കാരണം ഇതില്ല കേട്ടോ. ബ്രേക്ക് ചൂടായി വരണതുകൊണ്ട്. പക്ഷെ എൻ്റെ പൊന്നി, ഞാൻ എന്ത് ധൈര്യത്തിലാ ഇറക്കിറങ്ങി. അപ്പോൾ അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ പോവാട്ടാ. പുൽപ്പാറ. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പോയാൽ മതി. എനിക്ക് കാണുന്ന മലയിലേക്കാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങളും കണ്ടിട്ടുണ്ട്? ദൈവമേ, താങ്ക് യു. എന്താ പേര്? നാസിഫ് യൂട്യൂബിൽ വരും. നാസിഫ് നീ കാണാറുണ്ടാ? എന്നിട്ട് എൻ്റെ പേര് എന്നിട്ടെന്നാ? എൻ്റെ ചാനലിൻ്റെ പേര് എന്നിട്ടാ? എന്ത് വീഡിയോസ് ഞാൻ ചെയ്യാറ്? ഞാനിപ്പോൾ എത്രാമത്തെ ആൾക്കാർ ഇവിടെ കാണണമെന്ന് അറിയോ? താങ്ക് യു. പേര്? ആദികേഷ്. നീ കാണാറുണ്ടാ? ഇല്ല.
ഇല്ല ഇല്ല നോണ പറയണ്ട. കാണാറുണ്ട് അല്ലേ? അവന്റെ മുഖം കാണണായിരുന്നു കേട്ടാ. എന്റെ പൊന്ന്, ഞാൻ വെറുതെ സൈക്കിൾ എടുത്ത് ഇറങ്ങിയതാണ്ട. ജസ്റ്റ് ഒരു വാമപ്പ് പോലെ ചെയ്യാമെന്ന് കരുതിയിട്ട്. എന്റെ പൊന്ന്, നിറച്ച് സബ്സ്ക്രൈബർ. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അമ്പോ, ഇവിടെ ഏതൊരു ഇവിടെയുള്ളവരാണോ? പുൽപ്പാറയ്ക്ക് എങ്ങനെയാ പോണേന്നറിയോ? ഏതാ പുൽപ്പാറ? എന്തോ ചെറിയ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അങ്ങോട്ടാണല്ലേ? ശരി ശരി. ഒരു രക്ഷയില്ലാട്ടാ, അടിപൊളി. വെറുതെ ഇറങ്ങിയതാ, 1 കിലോമീറ്റർ പോലും ആയിട്ടില്ല സൈക്കിൾ എടുത്ത് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ എവിടെയാണെന്നാണ് പറഞ്ഞത്. എനിക്ക് കാണുന്നത് ഈ ഒരു പാറയായിരിക്കും കേട്ടോ, ഈ കാണുന്ന പാറയായിരിക്കും. ഈ ടയർ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഗൈസ്, ഇവിടെ ഒരു പൊട്ട വഴിയുണ്ട് കേട്ടോ. പശുക്കളുടെ സ്ഥലമാണെന്ന് മനസ്സിലായി. പശുക്കളുണ്ട്. ഭാഗ്യം നീ പാഡ് ഞാൻ ഇട്ടത്. ഞാൻ മടി പിടിച്ച് നീ പാഡ് ഇടണോ വേണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. ഗൈസ്, ഇത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലമല്ല കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലമല്ല ഈ പാറ. ആ പാറ വേറെ പാറ ഗൈസ്. പുൽപ്പാറ. അപ്പോൾ അങ്ങോട്ടേക്ക് ആയിരിക്കും, ആ വഴിയായിരിക്കും. നമുക്ക് ആ വഴിയൊന്ന് എൻലൈനല്ലത്, ആ വഴി ഒന്ന് പോയി നോക്കിയോ കേട്ടോ. ഇതാണോ ഇനിയിപ്പോൾ ഈ വഴി? ഇവിടെ ഒരു വഴി കാണുന്നുണ്ട്. ഏതോ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ, അല്ലേ? വഴിയാ. വഴി തെറ്റി. കൊച്ചിയിൽ തേരാപ്പാര എന്ന് പറഞ്ഞ സിനിമ നടന്മാരുടെ വീട്ടിലേക്ക് പോകുന്നൊരു സാധനമുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടത്. വയനാട്ടിൽ തേരാപ്പാര എക്സ്പ്ലോറിങ് MTB ട്രാക്ക് ട്രയൽസ്. ഇനി ഇതാണോ ആ പാറ എന്ന് പറഞ്ഞ സ്ഥലം? എൻ്റെ അമ്മേ, ഷൂ പട്ടിയാണോ അവിടാണോ? ആ സൈഡിൽ കൂടെ ഒരു അരുവി പോണ്ട്. നമുക്ക് തിരിച്ചിറങ്ങാം. ഇവിടെയൊക്കെ വീട് വെച്ച് താമസിക്കണവരെ സമ്മതിക്കണം കേട്ടോ. കാരണം ലൈക്ക് ഒരു ഇതുമില്ലാണ്ട്, ആൾക്കാർ പരിചയമില്ലാണ്ട്, ഒരു ഇതില്ലാണ്ട് പോണ്ടേ. ഈശോ, ജൂണാണെങ്കിൽ ഒന്ന് താലോലിക്കായിരുന്നു. ഇതിപ്പോൾ ജൂണല്ല കേട്ടാ, അതുകൊണ്ട് തന്നെ ഈശോ എൻ്റെ പൊന്നെ, അതൊരു വല്ലാത്ത ക്ലൈംബായിരുന്നു. നിങ്ങളും കാണാറുണ്ട് ആ ഇടയ്ക്ക് ഇങ്ങനെ ഈ ഷോർട്ടായിട്ടുള്ളതൊക്കെ അങ്ങനത്തെ കാണാറുണ്ട്. അടിപൊളി. ഇപ്പോൾ 3, 4-ാമത്തെ 5-ാമത്തെ കളിയാണ് കാണണേ. ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. പേരെന്താ? പേര് ജോയലിന് സെർച്ച് ചെയ്താൽ കിട്ടും. നീ കണ്ടിട്ടുണ്ട്? വ്ളോഗ് വരും കേട്ടോ, ഫുൾ വ്ളോഗ് ഇനി കണ്ടോളൂ. അങ്ങനെ ഒറ്റയ്ക്ക് വന്ന റൈഡ് ഇപ്പോൾ 2 പേര് കൂട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പേര് ഞാൻ വിട്ടേ. എൻ്റെ പേര് ഭരത്. ഭരത്ത് തേജസും ഭരത്തും ഞങ്ങൾ ഒരുമിച്ചാണ് റൈഡ് ചെയ്യണത്. അടിപൊളി. ആ ഒരു ലൊക്കേഷൻ തപ്പി ചോദിച്ചതാട്ടാ തേജസ്. അപ്പോൾ കൂട്ടായി. വീട്ടിൽ ഒറ്റയ്ക്ക് വിടാൻ ഭയങ്കര പണിയാണ്, മടിയാ. അപ്പോൾ സെറ്റായി. ഇത് കഫേ ആണോ? റെസ്റ്റോ കഫേ. ഉള്ളേരിയയിലൊക്കെ കഫേ ഉണ്ട് കേട്ടോ ഗൈസ്. ഇത് 1980s എന്ന് പറഞ്ഞ ഒരു നൊസ്റ്റാളജിക് റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇത് റിനോവേഷനും കാര്യങ്ങളും ആയിട്ട് അടച്ചിട്ടോക്കാണോ അതെന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ അബുവിൻ്റെയാണ് കേട്ടോ. എൻഷു ആളുടെ പേര് ഞാൻ മറന്നുപോയി, പേര് ഞാൻ വിട്ടുപോയിട്ടാ. നമ്മുടെ ജിമ്മൻ ആളുടെയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വല്ല ചായ വല്ലതും കുടിക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. അത് പത്തായം എന്ന് പറഞ്ഞിട്ട് ചേട്ടത് മറ്റേ സിനിമാ നടൻ്റെ റെസ്റ്റോറൻ്റ് അല്ലേ? എന്താ പേര്? അബൂ സലീം. ആളുടെ അവിടെ
ഒരു വിത്തൗട്ട് കാപ്പി. ആ ഏതാ? ആ ഇതാണ് കേട്ടോ വരണത്. പത്തായം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കിത് അറിയുമെന്നറിയില്ല. അബു സലിമിൻ്റെ കട കാണാൻ വന്നതാ. ഇവിടെ എന്തൊരു സ്പൈസസ് ആണോ ഫുള്ള്? ആ ഓക്കെ ഓക്കെ. പത്തായം എന്ന് പറഞ്ഞിട്ട് പേരിട്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റ് എവിടെയാണ്? അത് അപ്പുറത്താണ്. ഇതൊരു പഴയ വീട് എടുത്തിട്ട് റിനോവേറ്റ് ചെയ്തിട്ട് ചെയ്തിരിക്കണമെന്നുള്ളത്. ഓക്കെ ഞാൻ അങ്ങോട്ട് പോട്ടെ. പഴയൊരു വീട് എടുത്തിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കണതാണ് കേട്ടോ. ആ അതെ ഇതന്നെ ആ ഫോട്ടോസ് അല്ലേ, ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ്. അതെ ഞാൻ പറഞ്ഞില്ലേ 1980s ടീ ഷോപ്പ്. ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഇത് കിട്ടിയില്ല. എല്ലാവരുടെയും ഫോട്ടോ ഉണ്ടല്ലോ, എല്ലാവരുടെ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. അടിപൊളി. ഞാനിപ്പോൾ ഇവിടെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മമ്മൂട്ടി, പൃഥ്വിരാജ്, നാദിർ ഷാ, സലീം കുമാർ എല്ലാവരും ഉണ്ട്. എല്ലാവരും വന്ന് പോകേണ്ടതുണ്ടല്ലേ. അവിടെ എന്താ അവിടെ ഡൈനിങ് ഏരിയ ആണോ? സ്റ്റാർട്ട് ചെയ്യാൻ പോകണോ? ആ ഓക്കെ ഓക്കെ. ഞാൻ ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാ. ഓ നൈസ്, അടിപൊളി. ഇത് പഴയൊരു ഇതിൽ നോക്കിയേ, നൈസ്, നന്നായിട്ടുണ്ടല്ലേ. ഹായ്. അടിപൊളി. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. ചായ അവിടെ ആയിട്ടുണ്ടാവും കേട്ടോ. ചായ കുടിക്കാം. വെറുതെ സൈക്കിൾ എടുത്ത് ഇറങ്ങിയാൽ മതി കേട്ടോ. നിങ്ങൾ മടി പിടിച്ചിരിക്കാണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയാൽ മതി. സാധനങ്ങളൊക്കെ കണ്ടൻ്റൊക്കെ തന്നെ വരും. കൃത്യം ഭാഗം. അടിപൊളി. ചായ കുടിച്ചിട്ട് മയിലാടിപ്പാറയാ, ആ ഒരു പാറയിലേക്ക് പോകട്ടോ. ഗൈസ് നമ്മൾ കാലത്ത് കഴിച്ചത് ഇതല്ല കേട്ടോ, നെയ്ച്ചോറും പള്ളിക്കറിയും അല്ല, അത് ബീഫ് കറി തന്നെയായിരുന്നു കേട്ടോ. പള്ളിക്കറിയിൽ നിന്ന് അവർ പള്ളിക്കറി ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞു. അപ്പോൾ അവർ ബീഫ് കറി ആക്കിയതാ. കുറച്ച് മുറ്റായിരുന്നു ബീഫ്. ഞാൻ അങ്ങനെ പുറത്ത് പോകുമ്പോൾ കഴിക്കാറില്ല, കുറവാണ്. അപ്പോൾ നമ്മളിപ്പോൾ മയിലാടിപ്പാറയിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. മൂന്നാറൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ പാറകളുണ്ടാവും കേട്ടോ. യമണ്ടൻ പാറകൾ മൂന്നാർ പോണ വഴിയിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഈ ഒരു മലയുടെ മേലേക്കാണ് കയറാൻ പോണത്. ഇത് തന്നെയാണോ വഴിയെന്ന് എനിക്കറിയില്ല കേട്ടോ. പോയി നോക്കിയാലേ അറിയുള്ളൂ. അല്ല, ഇത് ക്ലോസ്ഡാ ഗൈസ്. ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ട, പില്ലേഴ്സ് മാക്സിമം താഴ്ന്ന്, അല്ലാത്തതൊക്കെ ഇതിവിടെ ഒരു പാറയാണ് കേട്ടോ. പാറയുടെ മേലെ നിന്നാണ് പില്ലർ വെച്ചിരിക്കുന്നത്. അതിപ്പോൾ എന്തായാലും ലാഭമായില്ലോ. പാറയുടെ മേലെ, ബാക്കിയെല്ലാം താഴെയാണ് പില്ലർ. നമ്മുടെ വീടും ഇതുപോലെ പില്ലറുമയാണ് ഇരിക്കുന്നത്. പില്ലറുമയാണ്. സാധാരണ വീട് പണിയതിനെക്കാട്ടും എക്സ്പെൻസ് നമ്മുടെ വീട് വന്നിട്ടുണ്ട്. എനിക്ക് ചെറുതായിട്ട് പേടി വരുന്നുണ്ട് കേട്ടോ. ഈ റൂട്ടാണ് പാറ. വണ്ടി ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അവസാനം എഡിറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ സൈഡിൽ ആരെങ്കിലൊക്കെ ഉള്ളതായിട്ട് കാണാം. ഇനി എങ്ങടാണ് അങ്ങോട്ടേക്ക് ഒരു വഴിയുണ്ട് കേട്ടോ. തോട്ടത്തിലേക്ക് ആണെന്നുകൊണ്ട് ഇത് വലിയ ഓഫ് റോഡിങ് ആണല്ലോ. ഇവിടെ ഒരു ഗേറ്റും സംഭവങ്ങളുടെ അവിടേക്ക് എത്തി. ഒരു കുറച്ച് അധികം ഉണ്ട് കേട്ടോ. പ്രൈവറ്റ് പ്രോപ്പർട്ടിയോ? ഇതിങ്ങനെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഒരു ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മേലേക്കാണ് നമ്മൾ കയറാൻ വന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ ഒരു ടോപ്പിലത്തെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ വരണേ. ആകെ ഞാനും രണ്ട് കപ്പിൾസും മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല കേസ് കുറേ കപ്പിൾസ് ഉണ്ട് കേട്ടോ. കേസ് ഇതാണ് കേട്ടോ മയിലാടും പാറയിലത്തെ വ്യൂ വരണത്. ജസ്റ്റ് നല്ലൊരു ഹൈറ്റിൽ സാധനം ഇരിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി. ഇത് ചെറിയ എന്തോ അമ്പലവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവിടെ സാൻഡോ, ഷൈൻ, ടോം, ആന, മയിലൊട്ടകന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മേലെ വരച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനം ഫുള്ള് അവർ അടച്ചിട്ടിരിക്കുകയാണ്. ഫുള്ളൊരു ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. ഇത് നൈസ് സ്പോട്ടാട്ടോ. ഇതിൽ കൂടെ ഇറങ്ങി അതിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിലേക്ക് വേണ്ടി വരും. അപ്പോൾ അങ്ങോട്ടേക്കുള്ളൊരു വഴി ഉണ്ട് കേട്ടോ. അത് അവിടം വരെ പോയി നിൽക്കാൻ പറ്റും നമുക്ക്.
ഇത് ഈ ഒരു പോയിന്റ് വരെ കേട്ടോ, ഈ ഒരു പോയിന്റ് വരെ അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. ഇത് ആ റോഡ് കണ്ടോ, ഈ ഒരു റോഡ്, ആ ഒരു റോട്ടിൽ നിന്നാണ് കേട്ടോ നമ്മൾ കയറി വന്നത്. ആ കയറി വന്നിട്ട് വളഞ്ഞ് തിരിഞ്ഞിട്ടാണ് വന്നത്. എന്നിട്ട് ഇപ്പുറത്തേക്ക് കയറിയതാണ് കേട്ടോ. കാലത്ത് 7 മണിക്ക് ട്രാൻസ്പോർട്ട് ബസ് ലോ ഫ്ലോർ, അത് AC ബസ്സാണ് കിട്ടിയേട്ടാ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ KSRTC തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്, കോഴിക്കോട്ടിൽ നിന്ന് കൽപ്പറ്റയിൽ ഒരു 1 കിലോമീറ്റർ 15 കിലോ ഉള്ള ബാഗും തൂക്കി പിടിച്ച് ഈ ഭാഗത്തൊക്കെ ചോര കട്ട് ചെയ്തിട്ടാ. ഈ തൂക്കി അത്ര ഞാൻ മണ്ടത്തരായത് എന്തായാലും ചെയ്യാൻ പാടില്ലായിരുന്നു. ആകെ വലഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി. വലിയ ധൃതിയൊന്നുമില്ല, സമാധാനം, പോസിറ്റീവ് ചിൽ മൂഡായിട്ട് പോയാൽ മതി കേട്ടോ. അപ്പോൾ ഈ വ്യൂവും കണ്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് നമുക്ക് പോകട്ടോ. അടിപൊളി സ്ഥലമാട്ടോ, ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു വൈബ് സ്ഥലം. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ മല കയറി പോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അങ്ങനെ വെച്ചിട്ട് ഞാൻ ജഡ്ജ് ചെയ്തിട്ട് പറഞ്ഞതാട്ടോ. കപ്പിൾസ് മാത്രമല്ല, ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ മേലെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഫാമിലി ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ഇതെന്താ വെറുതെ വെച്ചിരിക്കണതാ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാട്ടോ. പുതിയ ടയറിൽ ആദ്യത്തെ ഓഫ് റോഡിങ് ആയിരിക്കും കേട്ടോ ഇത്. ഈ ഒരു സെക്ഷൻ ബ്രേക്ക് ഭയങ്കര കുറവാട്ടോ. ക്ലീൻ ചെയ്തിട്ടേ ഒന്ന് ചൂടാവണം ഇതിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ. കുഴപ്പമില്ല, നീ പാഡ് ഇട്ടിട്ടുണ്ട്. നീ പാഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇല്ല, കാണാൻ പറ്റുന്നത് നീ പാഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സേഫാണ്, സെക്യൂറാണ്, അടിപൊളി. അപ്പോൾ നമുക്ക് പയ്യെ ഡ്രോപ്പിന് ചെറിയൊരു ഇതാണ്. ഇനി ഇവിടുന്ന് കുറച്ച് റഫായിട്ടുള്ള സെക്ഷനാണ് കേട്ടോ. സീനാണ് കേട്ടോ ഈ സെക്ഷൻ, കുറച്ച് സീനാണ്. പാറ മോനെ സീൻ. ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള സ്ഥലമായിരുന്നു. വേണ്ട, വഴുക്കലുള്ളതാ. ചിലപ്പോൾ ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ പണിയാവും കേട്ടോ. വീഡിയോ കാണലുണ്ട്. എന്താ പേര്? ഷഹീൽ ഇസ്വാൻ. ചൊവ്വാഴ്ച വീഡിയോ വരും. എത്രയിലാണ് പഠിക്കണേ? 8ാം ക്ലാസ്സിലാണ് പഠിക്കണേ. സൂപ്പർ. ഞാൻ വീട്ടിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന് വ്ളോഗിൽ വരും. എവിടെ വീട്? ഏതാ? മെസ് ഹൗസ് റോഡ്, ഉള്ളിലോട്ടല്ലേ? ആ, പോക്കറ്റ് റോഡിൽ കൂടെ കയറിയിട്ട്. ഓക്കെ, കാണാം, ബൈ. ഗൈസ്, എന്തൊക്കെ ഈ കൊച്ച് വീഡിയോയിൽ നടക്കുന്നത്? കാലത്ത് മനസ്സ് മടുത്തിട്ടാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്, സത്യം പറയാം. കാരണം ഭയങ്കര പണിയാണ് ഗൈസ്, സത്യമായിട്ടും. ഇപ്പോൾ മനസ്സ് നിറഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എൻഡ് ചെയ്യാൻ പോണത്. പൊളിച്ച് അടിപൊളി ദിവസം. ഞാൻ ആക്ച്വലി ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടാ, ഒട്ടും പ്രതീക്ഷിച്ചില്ല സാധനം ഇങ്ങനൊരു വീഡിയോ കിട്ടുന്നത്. കാരണം കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ലൈക്ക് നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, വെറുതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറയണതല്ല കേട്ടോ. നിങ്ങളത് ചെയ്യുമ്പോൾ ഭയങ്കര മോട്ടിവേഷനാണ് നമുക്ക്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് അതിൽ കൂടെ തരുന്നത് കേട്ടോ. അല്ലാണ്ട് കുറേ ലൈക്കും സബ്സ്ക്രൈബും ആരും കൂട്ടാനല്ല. എന്നെ നിങ്ങൾക്ക് നല്ലോണം അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. സൈക്ലിങ്ങിനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടപടിയാവില്ല. നാളത്തെ റൈഡിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ബൈക്ക് സെറ്റായിട്ടുണ്ട്. നാളത്തെ റൈഡിന് വേണ്ടിയിട്ട് ORS കിട്ടുമോ നോക്കണം കേട്ടോ. ORS ഒരു 5 പാക്കറ്റ് എടുത്തോ. അതുപോലെ തന്നെ ഞാൻ സോക്സ് എടുക്കാൻ പറഞ്ഞിട്ടോ. പറ്റുകയാണെങ്കിൽ സോക്സ് വാങ്ങണം. എൻ്റെ ചെറുവിരൽ നല്ല വേദനയുണ്ട്. സോക്സും വാങ്ങണം എൻ്റെ അടുത്തുനിന്ന്. ഇതെടുത്തോ. തിരിച്ച് നാളെ പോവുള്ളൂ. എടുത്തോ. ഓക്കെ, ബൈ, കാണാം. പയ്യൻ വീണ്ടും വന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ചേട്ടാ, നിങ്ങളെല്ലാവരും ഈ ഭാഗത്തുള്ളവരെല്ലാവരും കാണുന്നുണ്ട് വീഡിയോസ്. ഈ കാണാറുണ്ടോ? താങ്ക് യു. എന്താ പേര്? ഏതാ? നിർഷാൻ. താങ്ക്സ്. എന്ത് ചെയ്യണം, പഠിക്കുകയാണോ? ITI കഴിഞ്ഞ്. അടിപൊളി. കാണാറുണ്ടോ? നോണ പറയരുത്. അതെ, താങ്ക് യു. എന്താ പേര്? അസ്ലി നിയാസ്. എവിടെയാ? അടിപൊളി. നീ എന്താ ഓടി വരണ്ടായിരുന്നേ? നീ കാണുന്നത്? എൻ്റെ പൊന്നെ, താങ്ക് യു. എന്താ പേര്? അബി. എത്ര ക്ലാസ്സിലാ? 7. എവിടെ പഠിക്കണേ? HM UP സ്കൂൾ, കൽപ്പറ്റ. അടിപൊളി. നീ ഒരു വട്ടം ഫോട്ടോ എടുത്തതല്ലേ? നമുക്ക് അപ്പുറത്തേക്കൊന്ന് ക്രോസ് ചെയ്യണം കേട്ടോ. കൽപ്പറ്റയിൽ തിരക്കായി തുടങ്ങിയിട്ടുണ്ട്.
തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് അവിടെ സോക്സ് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ആദിത്യ ടെക്സ്റ്റൈൽസ്. ഒരു സോക്സ് വാങ്ങണം. സോക്സ് ഇല്ല ചേട്ടാ. സോക്സ് ഉണ്ടാവോ? സോക്സ് ആംഗിള് ഓക്കെ. അപ്പോൾ ഏതെങ്കിലും ഒരു സോക്സ് വാങ്ങണമെങ്കിൽ സോക്സ് ഇല്ല. എൻ്റെ കുറേ കാലത്ത് ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് സോക്സ്, നീ പാഡ്, പ്രൊഫഷണൽ ഷൂവ്, അങ്ങനെ എല്ലാമായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോലും അറിയാതെ നമ്മൾ ലെവൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് CPM ജില്ലാ കൗൺസിലിൻ്റെ ഓഫീസാണ്. അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ടാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത് കേട്ടോ. റെസിഡൻസി ICON റെസിഡൻസി കേട്ടോ. പുതിയതാണെന്ന് തോന്നുന്നുണ്ട്. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 800 രൂപയ്ക്ക്. ഈ ഒരു താക്കോലിന് ഇതിൻ്റെ ഒപ്പം കീ കാർഡ് കിട്ടും കേട്ടോ. ആ കീ കാർഡ് ഞാൻ ഊരിയിട്ട് റൂമിൽ വെച്ചു. അതുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടുത്തെ ഇതും കാര്യങ്ങളൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ഔട്ടാ. കണ്ട ഇപ്പോൾ ലൈറ്റ് ഉണ്ട്. നമ്മുടെ ഫോണ് സാധനങ്ങളൊക്കെ അവിടെ ചാർജ് ചെയ്യാൻ വയ്ക്കും കേട്ടോ. ഇതിൻ്റെ ഒപ്പം ഉള്ളതാണ്. അതായത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സംഭവമാണ് ഊരിയിട്ട് ഈ സാധനം ഇവിടെ വെച്ചിട്ട് റൂം ലോക്ക് ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചാർജിങ്ങും പരിപാടികളും നടക്കൂട്ടെ. ഇവിടുത്തെ ലൈറ്റ് കട്ടാവില്ല. നിങ്ങൾ ആരെങ്കിലും ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയോക്ക് ഊരിയിട്ട്. പക്ഷേ ഇത് സൂക്ഷിക്കാൻ അറിയണം കേട്ടോ. സൂക്ഷിക്കാൻ അറിയാമെങ്കിൽ കിണുങ്ങാമണി പോലത്തെ ഒരു സാധനം ബുന്നുണ്ട് പൂവും സാധനം എങ്ങനെയെങ്കിലും. അങ്ങനെ ഫൈനലി ഞാൻ കുളിച്ച് ഫ്രഷായി പത്തിരിയും ചിക്കൻ കറിയും കഴിച്ചു രാത്രി. ഞാൻ കുറച്ച് നാളെ കാലത്തേക്കുള്ള കുറച്ച് പഴം വാങ്ങി, ഒരു കുപ്പി വെള്ളം വാങ്ങി, ORS വാങ്ങി. അതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ എന്തായാലും ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈക്കിള് നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവച്ചു കേട്ടോ. കിടിലൻ റൂം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി റൂം, നല്ല കംഫർട്ടായിട്ടുള്ള ബെഡും നല്ല ടോയ്ലറ്റ്, മൊത്തം അടിപൊളിയായിട്ടുണ്ട്. ഇനി രാത്രി തുറക്കും അടിപൊളിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി എന്തായാലും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എൻ്റെ സാധനങ്ങളും എല്ലാം കിടക്കുന്നുണ്ട്. സോ എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും 6 മണിക്ക് വീഡിയോ വരും കേട്ടോ. അത് മറക്കായിരിക്കും. സാധാരണ 3 ദിവസമാണ് നമ്മൾ വീഡിയോ ഇടാറുള്ളൂ. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഇത് കൂട്ടിയിട്ടുണ്ട്. 5 വീഡിയോസ് വരും ആഴ്ചയിൽ തിങ്കൾ മുതൽ വെള്ളി വരെ. അതാരും മിസ് ചെയ്തിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഇത് തോന്നട്ടെ, മോട്ടിവേറ്റഡ് ആവാൻ നമ്മൾ കിടിലൻ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാലത്ത് 6 മണിക്ക് നമുക്ക് ചൂരൽമല ആ ലൊക്കേഷനിലേക്ക് പോകണ്ട. കൽപ്പറ്റയിൽ നിന്ന് 22 കിലോമീറ്റർ ഉണ്ട്. ക്ലൈംബ് ആണെങ്കിൽ കുറച്ച് പെടും. അറിയില്ല, റൂട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും നോക്കാം. സൈക്കിൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ മാരൻ MTBയും കൊണ്ട്. സോ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ടിൽ ദെൻ ബൈ.